ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ആയില്ലേ വ്ളോഗെല്ലാം ഇടാത്ത. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബാംഗ്ലൂരിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ളോഗ് ഇട്ട് കളയാണ്. അങ്ങനെ ആലോചിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഉച്ചയായി പോയടാ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഉച്ച മുതലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. പിന്നെ നമ്മളിപ്പോൾ റൂം മാറിയെന്ന് പറഞ്ഞല്ലോ, അപ്പം നമുക്ക് ആ വിശേഷങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കാണാം കേട്ടോ. 1 2 പറയ്, നീ പറയ്. அவன் 4 வரைக்கும் கரெக்ட்டா சொல்றான். தெரியும் அவனு 10 வரை. 3 4 சொல்றான் இப்ப. அதான் அவனு தெரியும் 10 വരെയോ. സാവി 10 വരെ പറഞ്ഞ 1 2 3 4 5. സാവി അവിടെ എല്ലാം ചേറുണ്ടാവും, അതെല്ലാം കുപ്പായത്തിലാക്കുന്നതാ. ഗൈസ്, ഈ ഇരിക്കുന്ന ആന്റിയാണ് ഇപ്പൊ നമ്മൾ മാറിയ പുതിയ അപ്പാർട്ട്മെന്റിന്റെ, അതായത് പുതിയ നമ്മളെ റൂമിന്റെ ഓണർ. ആളൊരു അടിപൊളിയാണ്. ഇല്ല, അത് യൂട്യൂബ് ചാനൽ ഇരിക്കാന്ന് சொன்னல. അതൊക്കെ ഇതാ ആന്റിന്റെ പൂജാമുറിയാ. വീട്ടിക്കുള്ള വേറെ പൂജാമുറി ഇരിക്കാ. இது துளசி செடி இல்லையா? துளசி செடி இது பேக்ல இதுக்கு பூஜை. അതല്ല ആന്റി, ഇതേ പൂജാമുറിയാ അല്ല മനയില വേറെ ഇരിക്കാ? இல்ல, இங்க விண்டல பாருங்க போய். விண்டல இந்த விண்டல போய் பாருங்க ഗൈസ്. ഇതാണ് നമ്മളെ ഇപ്പത്തെ റൂം. ഇത് ഓണർ ആന്റിന്റെ. ഓക്കെ ഓക്കെ, അതല്ലേ. அங்கேயும் பூஜை போடும், இங்கேயும் பூஜை போடுவியா? இது எல்லாருக்கும் நல்லது. இது எல்லாருக்கும் போகும்போது வரும்போது காலையில போங்க எல்லாம் அப்படி போறோம் எல்லாம் ஒண்ணு நல்லா இருக்கும். நீங்க நல்லா இருந்தா மந்த்லி பேமெண்ட் கரெக்ட்டா வரும். நீங்க அங்கவும் நல்லா இருக்கு. ஓகே, இது எல்லாருக்கும் இது. இது போறவருக்கு எல்லாருக்கும் இது விளக்கு. அது எங்க வீட்டு விளக்கு. 4th ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇത്. ഞങ്ങൾ ഇതിലെ ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ ശ്രീ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്നിട്ട് ആന്റീൻ്റെ അടുത്ത് കഥ പറയും. ഹൈ ഗൈസ്, അലക്കാനുണ്ടായത് മൊത്തം ഞാൻ അലക്കി കഴിഞ്ഞു. താഴെയില്ലേ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ ഇങ്ങനെ അലക്കാൻ ആറിയിട്ടിട്ട് ഉണങ്ങുന്നേ ഇല്ല. അങ്ങനെ ഞാൻ ടെറസിൽ വന്നിട്ട് താഴത്തെ ഓണർ ആൻറ്റി പറഞ്ഞ് ടെറസിൽ പോയിട്ട് ആറിയിട്ടോന്ന്. അങ്ങനെ ടെറസിൽ വന്നിട്ട് ആറിയിട്ടത് ഗൈസ്. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഇവളെ ആറിയിടാനാണോ ഈ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് വന്നത് എന്ന്. പീടികയിലും പോണോ. രാവിലെ നമ്മൾ പുട്ടാക്കിയത്. ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിൻ്റെ സാധനം വാങ്ങാൻ വേണ്ടി പോകണം. ഇതാണ് നമ്മൾ ടെറസ് ഗൈസ്. ഞാൻ ബാക്കിൽ കാണിച്ചു തരാം. നല്ല മഴക്കാറല്ലേ ആ കാണുന്നത്. ദൈവമേ, ഞാൻ അലക്കിയതെല്ലാം വെറുതെ ആവും. ഇതിപ്പോൾ പെയ്യുമെന്ന് തോന്നുന്നു. പണ്ടാരം. ഇന്നലെ ഒന്നും ഒരു പിടി വെയിലുണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ 2 ദിവസം കൊണ്ടാണ് താഴെ അറിയിട്ട് തുണി ഉണക്കിയെടുത്തത്. എന്നിട്ട് ഇന്ന് നല്ല വെയിലുണ്ട് രാവിലെ തൊട്ട്. അപ്പം ഞാൻ വെച്ചെന്നാൽ വേഗം അലക്കിയിട്ട് ആറിയിടാം. ഇതെല്ലാം ഉണങ്ങി. ഈ ശ്രീൻ്റെ ജാവിൻ്റെ ജീൻസ് ഉണങ്ങി കിട്ടണ്ടേ പ്രാന്ത്. അങ്ങനെ ഇപ്പം ആറിയിടുമ്പോൾ ഇതാ ഇത്ര സമയം നല്ല വെയിലുണ്ടായി. ഞാനൊന്ന് ആറിയിട്ടിട്ട് നോക്കിയേ. ഇനി ഒന്നും ചെയ്യാനില്ല, മഴ പെയ്യുന്നെങ്കിൽ പെയ്യട്ട്. സാവി ഞാൻ പോട്ടെ, വാ. കണ്ടുപിടിച്ചേ. ഞാൻ പോന്നു, ഓടിക്കളിച്ചോ. ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള വ്യൂ. ഇപ്പുറം നല്ല വെയിലുണ്ട്, അപ്പുറത്തുനിന്നാണ് തോന്നുന്നു മഴ വരുന്നത്. രണ്ടും കൽപ്പിച്ച് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ തുണിയും അവിടെ ആറിയിട്ടിട്ട് ഇറങ്ങി ഗൈസ്. ഇനി ഞങ്ങൾ പീടിയെ പോകുന്നതാണ് കുറച്ച് സാധനം വാങ്ങാൻ. സത്യം പറഞ്ഞാൽ ശ്രീ പോകുമ്പോൾ തന്നെ ശ്രീക്ക് ഞങ്ങൾക്ക് സാധനം എല്ലാം വാങ്ങി തന്നിട്ട് പോവാം. പക്ഷെ എന്നാലും അവൻ വാങ്ങി തരില്ല കേട്ടോ. നിങ്ങളെല്ലാവരും പുറത്തെല്ലാം ഇറങ്ങി നടന്നിട്ടെല്ലാം വാന്ന് പറയും. റൂമിൽ തന്നെ ഇരിക്കേണ്ട മടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെയാണ് അവനൊപ്പം പീടിയെ പറഞ്ഞത്. ഞങ്ങൾ ആദ്യത്തെ റൂമില്ലേ, അത് മടിവാള, ഓൾഡ് മടിവാളയിലെ നഹദി മന്ദിന്റെ ബാക്കിലായിട്ടാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ മടിവാളക്കന്നെ മാരുതി നഗർ ആ ഒരു സൈഡിലാണ് ഉള്ളത്. നമ്മളിനി എന്തുകൊണ്ടാണ് റൂം മാറാൻ കാരണം, 2 മാസം കൊണ്ട് തന്നെ എന്തുകൊണ്ട് റൂം മാറി എന്നുള്ളതിന്റെ എല്ലാം റീസൺ എന്താ കാര്യങ്ങൾ എന്നെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട്, കുറച്ച് മുട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുള്ളത്. ഇവിടെ ഫ്രൂട്ട്സും പച്ചക്കറിയും പൊടി ഐറ്റംസും എല്ലാം ഉണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് മുമ്പ് ചോദിക്കില്ലേ ഇൻസ്റ്റയില് ഞാൻ അങ്ങനെ ഇൻസ്റ്റ ആക്കി. ഇപ്പൊ ഞാൻ ഇൻസ്റ്റയിലും കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ. അശ്വതി ശ്രീജേഷ് എന്നാണ് ഇൻസ്റ്റാ നെയിം. പിന്നെ നമ്മൾ സാധനവും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പാട് തന്നെ സാവി കിടന്ന് ഉറങ്ങീന് ഗൈസ്. ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും സാവി ഉറങ്ങുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മനസ്സറിഞ്ഞൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ മെല്ലനെയാണ് വർത്താനം പറയുന്നത്. നമ്മളിപ്പോൾ മാറിയ റൂമിന്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ റൂം കേട്ടോ. റൂമിൽ കട്ടിൽ ഓൾറെഡി ഉണ്ടായിന്. പിന്നെ അതുപോലത്തെ ഒരു ഷോക്കേസ് ഏരിയ ഉണ്ട്. റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഞാൻ എന്തുകൊണ്ട് വീട്ടിന് ഫുൾ ആയിട്ടുള്ള ഒരു ഹോം ടൂർ കാണിച്ചിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാറ്റങ്ങളെല്ലാം വരുത്താനുണ്ട് ഗൈസ്. കുറേ എനിക്ക് എന്തെല്ലോ ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഫുൾ ആയിട്ടുള്ള റൂം മൊത്തമായിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ
ഈ ഒരു കിച്ചണിൽ 2-3 പാത്രം ഞാനും സ്ത്രീയും വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ പാത്രവും സ്പൂൺ അടക്കം നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊടുത്തയച്ചതാണ്. ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, സാമ്പാറാണ് ഇപ്പം അതാ അടുപ്പിലുള്ളത്. നമ്മൾ ആദ്യം നിന്ന റൂമിൻ്റെ കിച്ചണിനെ കട്ടിയിൽ എത്രയോ ബിൽഡാണ് ഗൈസ് ഈ ഒരു കിച്ചൺ. ഞാൻ എന്തായാലും ഇപ്പോൾ ഹോം ടൂർ കാണിക്കുന്നില്ല. ഹോം ടൂർ കാണിക്കാൻ മാത്രമൊന്നുമില്ല, കുറച്ച് സെറ്റപ്പ് ആക്കാനുണ്ട് എനിക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂറായിട്ട് കാണിക്കാം കേട്ടോ. അത്യാവശ്യം ഒരു നല്ല വീടാണ് ഇത്. പിന്നെ പക്ഷെ ഒരൊറ്റ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിൻ്റെ ഒരു തുള്ളി വരില്ല ഗൈസ് ഇടാം. നെറ്റ് എന്ന് പറഞ്ഞാൽ സാധനമേ നമ്മൾ പ്രതീക്ഷിക്കാൻ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ വൈഫൈ വെച്ചു, എയർടെലിൻ്റെ വൈഫൈ. ഇതാ വൈഫൈ വെച്ച ശേഷം കുഴപ്പമില്ല കേട്ടോ. വൈഫൈ ഉണ്ടാകുമ്പോൾ പിന്നെ നെറ്റ് ഉണ്ടല്ലോ. എന്നാലും കോളിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നെറ്റാണ് തീരെ കിട്ടാത്തത്. എന്തായാലും ഞാൻ സാമ്പാറാക്കട്ടെ. കുക്കിങ്ങിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുക്കില്ല, കാരണം എനിക്ക് പാട്ടെല്ലാം വെച്ചുകൊണ്ട് കുക്ക് ചെയ്യണം, എന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഫോണിൽ പാട്ട് വെക്കും ഒച്ചത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാത്തത്. എന്തായാലും ഞാൻ എൻ്റെ സാമ്പാറായി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിൽ ഇനി ഒരുപാട് ഐറ്റംസ് വെക്കാനുണ്ട് കേട്ടോ. ഇതോടെ 2-3 പാത്രം കഴുകാനുണ്ട്. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഈ സ്പൂണെല്ലാം വെക്കുന്ന ഒരു സാധനമുണ്ട്, അതിങ്ങനെ ചുമരിന് വെക്കുന്നത്. ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അത് ഇതുവരെ ശ്രീ ഫിറ്റാക്കി തന്നിട്ടില്ല. അത് ഇവിടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജ് വാങ്ങാൻ പ്ലാൻ ഉണ്ട്, എന്തായാലും ഇപ്പോഴേ ഇല്ല, ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് ഇവിടെ വെക്കണം. പിന്നെ ഒരു പാത്രത്തിൻ്റെ പ്ലേറ്റ് ഇതാ ഞാൻ തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ 200 റുപ്യൻ്റെ ഒന്നും നമ്മൾ നോക്കി വെച്ചിനി. അത് ഇവിടെ വെച്ചിട്ട് പ്ലേറ്റ് അതെല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ അത്യാവശ്യം നീറ്റാവും. ഇപ്പോൾ പിന്നെ എല്ലാം ഞാനിങ്ങനെ വലിച്ചിട്ട പോലെ ഉണ്ട്. വലിച്ചിട്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ കുറേ സാധനങ്ങൾ തിങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. പൊടിയെല്ലാം ഞാൻ പിന്നെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ച് എടുക്കാൻ എനിക്ക് ഈസി ആവുമല്ലോ, അതുകൊണ്ട്. ഇനി ഈ ഒരു സ്പൂണ് മാറ്റണം. ആ സ്പൂണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി. സ്പൂണും കത്തിയെല്ലാം സെറ്റാക്കി വെക്കണം. അടുക്കള ഇത്ര തന്നെ, എന്നാലും മുമ്പുള്ള വീടിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ഈ അടുക്കള. മുമ്പുള്ള വീട്ടിലെ അടുക്കള നിങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞാണ്. എനിക്ക് നിൽക്കാനും എന്തോ ഒരു പാത്രം പോലെ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ടില്ല. ഇപ്പാണ് എനിക്കൊന്ന് സെറ്റായത് ഗൈസ്. ഗൈസ് നമ്മളെ സാമ്പാറും മുട്ട ഓംലേറ്റും ചോറും റെഡിയായി ഗൈസ്. ഒരു പെർഫെക്റ്റ് സാമ്പാറൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒന്നാമത് ഞാൻ കുക്കിംഗ് അറിയാത്ത ഒരാളാണ്, യൂട്യൂബ് നോക്കിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഇത് നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ടാവണം, അതാണ് വേണ്ടത്. ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം പോലെ ആക്കിയതാണ്. ഇത് നമ്മൾ നാളെ രാവിലത്തേക്കും കൂടി എടുക്കും. അതായത് നാളെ രാവിലെ ഇഡ്ഡലി ആക്കിയിട്ട് ഇഡ്ഡലിക്ക് സാമ്പാർ അങ്ങനെ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം പോലെ ആക്കിയത്. പക്ഷേ എങ്കിലും ഭയങ്കര വെള്ളം പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ടില്ലേ ഒരു ടേബിളും ചെയറും വാങ്ങണം ഗൈസ്. താഴെ ഇരുന്നിട്ടാണ് തിന്നുന്നത്. എനിക്ക് താഴെ ഇരുന്നിട്ട് തിന്നാൻ തന്നെയാണ് ഇഷ്ടം, പക്ഷെ എന്നാലും ഒരു ടേബിളും ചെയറും വാങ്ങണം. പിന്നെ ഇങ്ങനെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് തിന്നാനെല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നുമ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ. അയ്യോ വെറുതെ പറഞ്ഞൊന്നല്ലേ രസമുണ്ട് കേട്ടോ. ഞാനാക്കിയതായാലും രസമില്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് തന്നെ പറയലുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ശ്രീജേഷ് പി വന്നിട്ട് വേണം ശ്രീജേഷ് പിക്ക് തിന്നാൻ കൊടുക്കാൻ, എന്നിട്ട് അഭിപ്രായം ശരിക്കും പറയും. പാവാണ്, അവൻ രസമുണ്ട് എന്നേ പറയുള്ളൂ. ശരിക്കും രസമുണ്ട്, ഞാൻ വെറുതെ ഇങ്ങനെ തള്ളുന്നൊന്നുമല്ല, ഞാൻ ആക്കിയത് കൊണ്ട് പറയുന്നൊന്നുമല്ല. നല്ല രസമുണ്ട്. നോർമലി തിന്നുന്ന സാമ്പാർ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പരിപ്പ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് അരച്ചിട്ട് ചേർക്കണം, കട്ടി കിട്ടാനെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയല്ലാണ് ചേർത്തത്. അപ്പം ഞാൻ തിന്ന് കേട്ട് കഴിച്ചു, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്താ തിന്നുന്നേ? ചോറ് തരട്ടെ? വേണ്ടേ? എന്നാ മുട്ടയാക്കി തരട്ടെ? അതും വേണ്ടേ? അമ്പലത്തിൽ പോണോ നമുക്ക്? ഇന്ന് കാർത്തിക നക്ഷത്രല്ലേ, അമ്പലത്തിൽ പോയാലോ? അമ്പലത്തിൽ പോവാ? ആ അത് നമ്മളെ വീട്ടിലുള്ള തമ്പാച്ചിയല്ലേ, നമുക്ക് അമ്പലത്തിൽ പോവാ. പോവാ, നമുക്ക് അമ്പലത്തിൽ പോവാ. പോവാ ആടാ, നമുക്ക് അമ്പലത്തിൽ പോവാ. അയ്യപ്പൻ അമ്പലത്തിൽ പോവാ. ഓക്കെ, മുത്തപ്പൻ അമ്പലത്തിൽ പോവാ. ഓക്കെ, ആ അങ്ങനെ പ്രാർത്ഥിച്ചോ. ഓക്കെ, ഉറങ്ങണ? ഉറങ്ങണ? ആക്ക് തീരെ സുഖമില്ല ഗൈസ്, തണുപ്പും പിടിച്ചിട്ടുണ്ട്, നല്ല ചുമയും ഉണ്ട്. ചുമയില്ല? ആ ഓക്കെ ഓക്കെ, ചുമ ഇല്ലെങ്കിൽ ഓക്കെ. പക്ഷെ തണുപ്പ് പിടിച്ചിട്ടുണ്ടല്ലേ?
പിടിച്ചിട്ടില്ലേ? ഓക്കെ. വാശി പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തത്. രാവിലെ തൊട്ട് അങ്ങനെ ഒന്നും തിന്നില്ല, കഫ് ഉള്ളതുകൊണ്ട് ഛർദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ആണ്. ഇനി വേറെ ചോക്ലേറ്റ് ചോദിക്കൂലേ? അത് ചോറാണ്. ബാബക്ക് ചോറ് തരട്ടെ? തരട്ടെ? ചിക്കൻ കറി വേണം. ഗായ്സ്, ഇവൻ എപ്പോഴും ചിക്കൻ കറി ചോദിക്കൂ. ചിക്കൻ കറി ഇല്ല, ഇന്ന് സാമ്പാർ. നാളെ ചിക്കൻ കറി ആക്കാം. സാമ്പാർ വേണം? തീർന്നിട്ടില്ല, അമ്മന്റെ അടുക്കളയിലുണ്ട്. ചിക്കൻ കറിയാ വേണ്ടത്? ഓക്കെ, തിന്നോ 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 തിന്നോ. ഓക്കെ. ഓ, എനിക്ക് പറയുന്നില്ല, മനസ്സിലാകുന്നില്ല ജപ്പാൻകാരാ. ഗായ്സ്, സന്ധ്യയായിട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിന്. ഈ ഒരു ചന്ദനത്തിരിന്റെ മണം തന്നെ നല്ല രസമാണ് കേട്ടോ. സാമി അയ്യപ്പൻ പറ. സാമിയെ അയ്യോ പ്രാർത്ഥിക്കുന്ന. സാവിനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ, കാരണം നല്ലോണം തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കുളിപ്പിക്കാൻ നിന്നിട്ടില്ല. ഈ പൂജാമുറി മാറ്റിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഭാഗത്തായിട്ട് വെക്കണം എന്ന് എനിക്കുണ്ട്. ഇപ്പൊ എന്തായാലും ഇതിങ്ങനെ ഇരിക്കട്ടെ. സ്വാമി അയ്യപ്പ പറഞ്ഞ. സ്വാമിയെ അയ്യപ്പോ. സ്വാമി തിന്തകത്തോം തോം. മതിയാ പ്രാർത്ഥിച്ചു കഴിഞ്ഞാ? ഓക്കെ. ഗൈസ്, ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ട് ഞാൻ ഇത്ര വരെ എടുത്ത് നിങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ ഉച്ചക്കാന്ന് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഈ ഒരു ടൈം ആയപ്പോൾ മൂഡ് പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരിത്. ഇനി എന്തായാലും ഒരു ദിവസം ഞാൻ രാവിലെ തൊട്ട് രാവിലെ ആക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ കുറേ വേസ്റ്റ് എടുക്കാൻ വരും, അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു നല്ല ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ. ശ്രീനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് വേണ്ട വീഡിയോ കണ്ടന്റിന്റെ സജഷൻസും കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി ഗൈസ്, ബൈ.